ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്ചസ് വേൾഡ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും സുഖമാണല്ലോ. എനിക്കും ഇവിടെ സുഖമാണ്. അപ്പോൾ ഇന്ന് വൃശ്ചികം 1 മണ്ഡലമാസം ആരംഭം എന്ന് പറയും. അപ്പോൾ അതെ, രാവിലെ നേരത്തെ എണീറ്റ് അടിച്ചു വാരലും തുടയ്ക്കലും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് രാവിലെ നേരത്തെ തന്നെ കുളി കഴിഞ്ഞ് വിളക്ക് വെച്ചിട്ടുണ്ട്. എന്താണെന്നല്ലേ, ഇന്ന് ഏട്ടനും കുട്ടികളും ഏട്ടൻ്റെ അമ്മയും ശബരിമലയ്ക്ക് മാലയിടാൻ പോവാണ്. നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു നമ്മൾ പുതിയ വീട് വെച്ചിട്ട് ഫസ്റ്റ് നമ്മുടെ കുട്ടികളെയും കൊണ്ട് ശബരിമലയ്ക്ക് പോകണം എന്നുള്ളത്. ഇത് 2ാമത്തെ വർഷമാണ്. നമ്മൾ ഫസ്റ്റത്തെ വർഷം നമ്മൾ ആഗ്രഹിച്ചത് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇത് 2ാമത്തെ വർഷമാണ്. അപ്പോൾ ഈ വർഷവും കുട്ടികൾക്ക് ഈ സമയം ആയപ്പോൾ തന്നെ മാലയിടണം എന്ന് ഭയങ്കര തോന്നൽ. ഏട്ടനും പറഞ്ഞു ഞാനും ഇന്ന് 1-ാം തീയതി മുതൽ മാലയിടുകയാണെന്ന്. ഏട്ടൻ്റെ അമ്മയും ഏട്ടൻ്റെ കൂടെ നേരത്തെ പോയതാണ്. അന്ന് നമ്മൾ വീട് വയ്ക്കുമ്പോൾ വീട്ടിൽ തന്നെ കെട്ട് നിറച്ച് പോകണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ ദൈവം സഹായിച്ച് നമ്മൾ വീട്ടിൽ തന്നെ കെട്ട് നിറച്ച് ശബരിമലയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 2ാമത്തെ വർഷമാണല്ലോ. അപ്പോൾ രാവിലെ നേരത്തെ തന്നെ കുളി കഴിഞ്ഞ് വിളക്ക് വെച്ചിട്ട് ഇവരേട്ടനെയും കുട്ടികളെയൊക്കെ വിളിച്ച് അവരെ കുളിക്കാനൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അടുക്കളയിൽ കയറിയത്. രാവിലെ അമ്പലത്തിൽ പോകണമല്ലോ. അപ്പോൾ രാവിലെ പോകുമ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ വന്ന ഉടനെ കഴിക്കാം. നമ്മുടെ ഇവിടെ അടുത്തുള്ളൊരു അമ്പലത്തിലാണ്. അതുകൊണ്ട് നമുക്ക് പിന്നെ മാലയിട്ടതിന് ശേഷം നമ്മൾ അങ്ങനെ പുറത്തുനിന്നൊന്നും ഫുഡ് കഴിക്കില്ല. നല്ല വൃത്തിശുദ്ധിയോടുകൂടിയാണല്ലോ നമ്മൾ ഈ മണ്ഡലമാസം നോണൊന്നും കഴിക്കാതെ അങ്ങനെയൊക്കെയാണ്. നമ്മൾ മാല ഇട്ടില്ലെങ്കിൽ പോലും ഈ വൃശ്ചിക മാസം നമ്മൾ നോണൊന്നും കഴിക്കില്ല. ഈ മകരവിളക്ക് വരെ നമ്മൾ അങ്ങനെയാണല്ലോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ അടുക്കളയിൽ കയറിയപ്പോൾ ഈ ഏട്ടൻ എന്നെ ചീത്ത പറയണേ, എന്തിനാ നീ ഇപ്പം തന്നെ രാവിലെ നേരത്തെ തന്നെ നമ്മൾ 4:30 എണീറ്റ് അടിച്ചു വാരലും തുടയ്ക്കലും അതിന് തന്നെ ഒരു സമയം വേണം കേട്ടോ. 1/2 മണിക്കൂർ കൂടുതൽ വേണം അടിച്ചു വാരാനും തുടയ്ക്കാനും ഒക്കെ. അപ്പം ഞാൻ അതെല്ലാം കഴിഞ്ഞ് വന്നിട്ടാണല്ലോ അടുക്കളയിൽ കയറുന്നത്. നേരം വെളുക്കണേ ഉള്ളൂ. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കി വെച്ച് ചോറിനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട്. ചോറ് ജംഗ്ഷനിൽ ഇറക്കി വെച്ചിട്ട് അമ്പലത്തിൽ പോയി വരുമ്പോഴേക്കും ചോറ് വെന്തോളും. അതുപോലെ തന്നെ സാമ്പാറും കുക്കറിൽ വിസിൽ, ഞാൻ കുക്കർ സാമ്പാർ തന്നെയാണ് പെട്ടെന്ന് ഉണ്ടാക്കാറ്. പെട്ടെന്നല്ല, ഞാൻ എന്നും അങ്ങനെ കുക്കർ സാമ്പാർ തന്നെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഞാൻ കുറച്ച് വഴുതിരിങ്ങയും മുരിങ്ങക്കായും ഉരുളക്കിഴങ്ങും അങ്ങനെ കുറച്ച് ഐറ്റംസ്, നല്ല സാമ്പാർ ഐറ്റംസൊക്കെ എടുത്ത് കട്ട് ചെയ്ത് കുക്കറിലിടുന്നുണ്ട്. പരിപ്പ് വേവാൻ വെക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്നിച്ച് തന്നെയാണ്, അല്ലാതെ സെപ്പറേറ്റ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ചോറ് തളിച്ചിട്ടുണ്ട്, ജംഗ്ഷനിലേക്ക് മാറ്റി. ഇനി ബാക്കി പരിപാടികളെല്ലാം ചെയ്യണം. ഈ വെള്ളം ഇങ്ങനെ ആവുമ്പോഴേ അതൊക്കെ അപ്പോൾ തുടച്ച് വിടണമല്ലോ. പിന്നെ തേങ്ങ ചിരവാനുണ്ട്. തേങ്ങ വറുത്തരച്ചിട്ടാണ് ഇവർ കുളിച്ച് വന്ന് പ്രാർത്ഥിക്കുമ്പോഴേക്കും ഞാൻ ചായ വെക്കാനുണ്ട്. ചായ വെക്കണം. ചായ കുടിച്ചിട്ടാണ് അമ്പലത്തിൽ പോകാൻ പോണത്. അപ്പോൾ തേങ്ങ വറുത്തരയ്ക്കുമ്പോൾ ഞാൻ ചിരവിയിട്ട് തന്നെ ഇടുക. അല്ലാതെ പച്ചക്കറിക്ക്, അതായത് സാമ്പാർ അല്ലാതെ വറക്കാതെയൊക്കെ ആണെങ്കിൽ ഞാനിങ്ങനെ കത്തി കൊണ്ടിങ്ങനെ പൂണ്ടെടുക്കും തേങ്ങ. കണ്ടോ, നല്ല ഇരുട്ടാണ്, നേരം വെളുത്തിട്ടേ ഇല്ല. ഇപ്പോൾ ഒരു 5-5:15 ആവുള്ളൂ. അപ്പോൾ ഏട്ടൻ പറയുന്നുണ്ട്, എന്തിനാ നീ ഇപ്പം തന്നെ ഇതെല്ലാം ഉണ്ടാക്കുന്നത്, ഇഡ്ഡലിയും സാമ്പാറൊക്കെ വന്നിട്ടുണ്ടാക്കിയാൽ പോരേന്ന് പറഞ്ഞിട്ട് എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ ചിരട്ട കളയാൻ പോയതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ പറിച്ചിട്ട് വന്നതാണ്. കറിവേപ്പിലയും എല്ലാം, കറിവേപ്പില, പരിപ്പ്, വെളുത്തുള്ളി, ചെറിയുള്ളി അങ്ങനെ എല്ലാം ഇട്ടിട്ടാണ് തേങ്ങ വറുക്കുക. ജീരകം, കുരുമുളക് അങ്ങനെയൊക്കെയാണ് എല്ലാം ഇട്ടിട്ടാണ് തേങ്ങ വറുക്കുക. ഞാനവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. അത് വറുത്ത് വെച്ചത് ചൂടാറുമ്പോഴേക്കും ഇഡലിക്ക് ഒഴിച്ച് വെച്ചാൽ ഇഡലി ഒരു വിസിൽ മതി, ഒറ്റ വിസിൽ മതി, ധാരാളമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഇഡലി കുക്കറിൽ ഇഡലി മാവ് ഒഴിച്ച് വയ്ക്കട്ടെ. കടയിൽ നിന്ന് വാങ്ങിയ മാവാണ്. ഒരു പാക്കറ്റ് മാവ് നമുക്ക് ധാരാളമാണ്. ഒരു പാക്കറ്റ് മാവിൽ എൻ്റെ കുക്കറിൽ, ഒരൊറ്റ കുക്കർ എനിക്ക് 24 ഇഡലി കിട്ടും ഒരു ആവിയിൽ. അത് ധാരാളമാണ്. അപ്പോൾ ദേ ഇഡലിക്കുള്ള ആവി വെച്ചിട്ടുണ്ട്. അത് വിസിൽ വരും. വിസിൽ വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ തനിയെ തുറന്ന് വരും. അങ്ങനെ തേങ്ങ വറുക്കാനുള്ളതും വറുത്ത് വെച്ചതും ഞാനൊന്ന് അരച്ചെടുക്കട്ടെ. അരച്ചതാ കുക്കറിലെല്ലാം മിക്സ് ചെയ്തു. ഇനി നന്നായി ഒന്ന് ഇളക്കുക, കുക്കർ മൂടി വയ്ക്കുക. ഒരു 2 വിസിൽ, സാമ്പാർ റെഡി. ആഹാ,
ചായ നേരത്തെ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ കുട്ടികൾ ഒരാളെ ചായ കുടിച്ചുള്ളൂ. ഏട്ടനും ചായ കൊടുത്തിട്ട് എൻ്റെ ചായ അവിടെ വെച്ചിരിക്കുകയായിരുന്നു. എനിക്ക് കുടിക്കാൻ സമയമില്ല. കാരണം ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണം എനിക്കിനി റെഡിയായിട്ട് വേണം നമുക്ക് അമ്പലത്തിൽ പോകാൻ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഗ്യാപ്പിലൊന്ന് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സമയമില്ലാത്ത സമയത്താണ് ഈ ഫോൺ നോക്കൽ. ചുമ്മാ ഈ ചായ കുടിക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഫോൺ നോക്കിയിരുന്നൊരു ശീലം. അപ്പം ഞാൻ പെട്ടെന്ന് പോയിട്ട് റെഡി ആയിട്ട് വരാം കേട്ടോ. അറിയാലോ, രാവിലത്തെ തിരക്ക് നല്ല തിരക്കാണ്. അപ്പോൾ ഇതെല്ലാം ഒതുക്കി വെക്കാനുള്ള സമയമൊന്നുമില്ല. ഒരു വിധമൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പുതിയ മുണ്ടും അമ്മയ്ക്കുള്ള സാരിയൊക്കെ വാങ്ങിയതിൻ്റെ ആ പേപ്പേഴ്സാണ്. അപ്പോൾ ഏട്ടൻ പോയി കാർ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടെ അല്ലേ, അമ്മയും ഞാനും ഏട്ടനും കുട്ടികളും എല്ലാവരും കൂടെ അല്ലേ. അപ്പോൾ എല്ലാവർക്കും കൂടെ ബൈക്കിൽ പറ്റില്ലല്ലോ. അപ്പോൾ ഏട്ടൻ തറവാട്ടിലാണ് തറവാട്ടിൽ പോയിട്ട് ഏട്ടൻ കാർ എടുത്ത് അമ്മേനെ എല്ലാവരെയും കൂട്ടിയിട്ട് വന്നിട്ട് പൂജ സാധനങ്ങളൊക്കെ കുട്ടികൾ വണ്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോവാണ്. നമ്മുടെ മോഴുപൊലത്ത് തന്നെയാണ്, തിരുനെല്ലായി മോഴുപൊലത്താണ് അമ്പലം. അങ്ങനെ ദേ അമ്പലം എത്തിയിട്ടുണ്ട്. പറഞ്ഞല്ലോ, സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരണേയുള്ളൂ. 6 മണി സമയം. നമ്മുടെ കാർത്തികൂട്ടൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ വൃശ്ചികത്തിൽ തന്നെ കാർത്തിക വിളക്ക് മഹോത്സവമൊക്കെ ഈ അമ്പലത്തിലാണ്, മോഴുപൊലത്ത് അമ്പലത്തിലാണ്. കണ്ണടത്ത് ഭഗവതി ക്ഷേത്രം എന്നാണ് പറയുക. അപ്പോൾ ദേ അമ്പലത്തിൻ്റെ കുളം, അമ്പലത്തിൻ്റെ സൈഡ് തന്നെയാണ് അമ്പലക്കുളമൊക്കെ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് നമ്മളിങ്ങനെ ഇതാ പോവുകയാണ്. ഉള്ളിൽ പോയതും അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയതും മാലയിട്ടതൊന്നും കാണിക്കാൻ പറ്റിയില്ല. അമ്പലത്തിൻ്റെ ഉള്ളിലൊന്നും ക്യാമറ എടുക്കാൻ പറ്റില്ല. അങ്ങനെ മാലയിട്ട് പുറത്തിറങ്ങിയിട്ടാട്ടോ. പിന്നെ തിരിച്ച് നമ്മൾ പോവാണ്, വീട്ടിൽ പോകണമല്ലോ. അങ്ങനെ ദേ എല്ലാവരും മാലയിട്ട് കഴിഞ്ഞു. വന്ന ഉടനെ വിശക്കണോ എന്ന് പറഞ്ഞിട്ടാണ് ഓടിപ്പാഞ്ഞ് എത്തിയത്. 7 മണി ആയിട്ടേ ഉള്ളൂ, പക്ഷേ എന്നാലും വിശന്നു. അങ്ങനെ സ്വാമികൾക്കൊക്കെ കഴിക്കാൻ കൊടുത്തിട്ടുണ്ട്. 4 സ്വാമികളും മനസ്സ് നിറഞ്ഞു. അപ്പോൾ എന്നിട്ട് ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഇപ്പം മനസ്സിലായില്ലേ എന്തിനാണ് ഞാൻ പോകുമ്പോൾ തന്നെ ഉണ്ടാക്കി വെച്ചതെന്നുള്ളത് പറഞ്ഞിട്ട് ഏട്ടനോട് പറയുമ്പോൾ ഏട്ടൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏട്ടനെ വർക്കിന് പോകണം. അപ്പം സ്വാമീനെ ഇങ്ങനെ യാത്ര അയച്ച് ഏട്ടനിങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ബൈക്കെടുത്ത് കാറൊക്കെ അവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഇനി ബൈക്ക് എടുത്തിട്ടാണ് പോകുന്നത്. അങ്ങനെ യാത്ര പറഞ്ഞു ഏട്ടൻ വർക്കിന് പോയി. അപ്പോൾ ഈ വീഡിയോ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. ഇന്ന് ശബരിമലയ്ക്ക് മാലയിടുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. അപ്പോൾ താങ്ക് യു. ഇത്രയേ ഉള്ളൂ, ഇനി കാര്യമായിട്ടൊന്നുമില്ല. അതേ കുട്ടികളോട് ടാറ്റാ പറഞ്ഞ് ഏട്ടൻ പോവാണ് വർക്കിനെ.